നമസ്കാരം. ആംസ്റ്റർഡാമിൽ നിന്ന് മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങിയ KLM ഡച്ച് വിമാനം വൻ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്ന ശുഭകരമായ വാർത്ത പുറത്തുവരികയാണ്. റൺവേയിൽ നിന്നും വിമാനം കുതിച്ചുപൊങ്ങി 6000 അടി ഉയരത്തിൽ എത്തിയതും വൻ പൊട്ടിത്തെറി ശബ്ദം കേൾക്കുകയും ഇടത് ചിറകിൽ തീ ആളിക്കത്തുകയും ചെയ്തു. ഇതോടെ പരിഭ്രാന്തിയിലായ യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്തു. ഇടയ്ക്ക് എല്ലാവരും ശാന്തരായി ഇരിക്കുവാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ ചിറകിൽ തീ പടർന്നതും കോക്പിറ്റിൽ എമർജൻസി അലാറം മുഴങ്ങുന്നതും ചെയ്തു. തുടർന്ന് പന്തികേട് മനസ്സിലാക്കിയ പൈലറ്റ് ഭീമനെ ഈ നോർത്ത് കടലിന് മുകളിലൂടെ പലവട്ടം കറക്കി ഇന്ധനം പകുതിയാക്കിയ ശേഷം ടേക്ക് ഓഫ് ചെയ്ത അതേ എയർപോർട്ടിൽ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഒരു വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വിമാനം രക്ഷപ്പെട്ടത് എന്ന് അധികൃതർ പറയുന്നു. തീപിടുത്തത്തിന് ഉള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ വ്യക്തവുമായിട്ടില്ല. പക്ഷിയിടിച്ചാണോ അപകടം നടന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നും അധികൃതർ പറയുന്നു. അതേസമയം വിമാനത്തിന് തീപിടിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നും കണ്ടുവന്ന ചില ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. മറ്റൊരു സംഭവത്തിൽ ഡൽഹിയിൽ നിന്നും ബിർമിംഗ്ഹാമിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. എയർ ഇന്ത്യയുടെ 787-800 വിമാനം സുരക്ഷിതമായി റഷ്യൻ തലസ്ഥാനത്തെ ഷെരെമെട്രോവ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. 258 യാത്രക്കാരും 17 ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മോസ്കോ സമയം ബുധനാഴ്ച രാത്രി 9:35 സംഭവം നടന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അസാധാരണമായ ഒരു ലാൻഡിംഗ് ആവശ്യമാണ് എന്ന വിമാനത്തിൽ നിന്നും അറിയിപ്പ് ലഭിക്കുകയായിരുന്നു എന്ന് വിമാനത്താവള അധികൃതർ പറയുന്നു. ആ അഭ്യർത്ഥനയോട് വിമാനത്താവള അധികൃതർ യഥാസമയം പ്രതികരിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രോട്ടോകോൾ അനുസരിച്ചായിരുന്നു അവർ വിമാനത്തെ വരവേറ്റത്. അടുത്ത ഏതാനും മാസങ്ങളിലായി സാങ്കേതിക തകരാറുകൾ മൂലം അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന മൂന്നാമത്തെ എയർ ഇന്ത്യ വിമാനമാണ് ഇത്. 225 യാത്രക്കാരും 19 ജീവനക്കാരുമായി ഡൽഹിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം നേരത്തെ കാർഗോ ഹോൾഡ് ഏരിയയിൽ ചില പ്രദേശങ്ങൾ ഉടലെടുത്ത കാരണം സൈബീരിയയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. അന്ന് ജീവനക്കാർക്ക് വിമാനത്താവള അധികൃതർ ഹോട്ടലുകളിൽ താമസമൊരുക്കിയിരുന്നുവെങ്കിലും യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കഴിയേണ്ടതായി വന്നു. കഴിഞ്ഞ വർഷം ഇതേ റൂട്ടിൽ തന്നെ യാത്ര ചെയ്യുന്ന മറ്റൊരു വിമാനവും സാങ്കേതിക തകരാറ് മൂലം റഷ്യയിലെ തന്നെ മഗ്ദൻ വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു.